ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഒരു മുടക്കവും കൂടാതെ അന്തർശൗര്യജ്ഞത്തിന്റെ 360 ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് പ്രേമസായിയാണ്. നമുക്ക് വേണ്ടി പറയുന്നതും വായിക്കുന്നതും ഭജന പാടുന്നതൊക്കെ ശ്രീ പ്രദീപ് കുമാർ കണ്ണൂറാണ്. പ്രദീപ് കുമാർ സർ, അങ്ങ് 3 ഓങ്കാരവും 3 സായി ഗായത്രിയും പറഞ്ഞിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ. വീഡിയോ ഓൺ ചെയ്യാം. സായിരാം. എല്ലാവർക്കും സായിരാം. ഓ സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശരണാഗതി. ഞാൻ പ്രസംഗങ്ങൾ ചെയ്യാറില്ല. എൻ്റേത് സംഭാഷണ രീതിയാണ്. ഞാൻ പറയുന്ന ഓരോ വാക്കും ആദരപൂർവമായ ശ്രദ്ധയോടെ നിങ്ങൾ പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ആനന്ദമാണ് എൻ്റെ ആഹാരം. ഞാൻ നിങ്ങൾക്കേകുന്ന ഉപദേശം അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആനന്ദം ലഭിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഞാൻ ഇത്ര നിഷ്കർഷിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരു പുത്തൻ പാഠങ്ങളും ഉൾക്കൊള്ളാനില്ലാത്ത മൈതാന പ്രസംഗമല്ല ഇത്. ഭഗവാൻ പ്രേമത്തിന്റെ പർവ്വതമാകുന്നു. എണ്ണമറ്റ എറുമ്പുകൾ ആ മാധുര്യം എടുത്തുകൊണ്ടു പോയാലും അവിടുത്തെ സമൃദ്ധി അക്ഷയമാണ്. അതിരില്ലാത്ത കരകാണാത്ത കരുണാസാഗരമാണ് അവിടുന്ന്. അവിടുത്തെ അനുഗ്രഹം നേടുന്നതിനും അവിടുന്ന് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ എല്ലാം അവിടുന്ന് തന്നെയാണെന്നും അറിയുന്നതിനുള്ള എളുപ്പവഴി ഭക്തിയാകുന്നു. എല്ലാം അവിടുത്തെ ഇച്ഛയ്ക്ക് സമർപ്പിക്കലാണ് ഭക്തിയുടെ പാരമ്യമായ ശരണാഗതി. ചിലർ വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്ന പുഴക്കരക്കടുത്ത് വെച്ച് ഒരു ബ്രാഹ്മണൻ അക്കരയ്ക്ക് കടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ തോളിൽ മനോഹരമായ ഒരു പുത്തനുത്തരീയം കണ്ട് അവർ അത് കൊട്ടാരത്തിലേതാണെന്നും അവർ കലക്കാൻ കൊടുത്തതാണെന്നും അത് കളവ് പോയി എന്നും എങ്ങും കാണാനില്ലെന്നും ബഹളം കൂട്ടി അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണു. പ്രഹര വർഷമേറ്റ് ആ സാധു ബ്രാഹ്മണൻ നാരായണ നാരായണ എന്ന് വിലപിച്ചു. വൈകുണ്ഠത്തിൽ നാരായണൻ അത് കേട്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ഒരു ക്ഷണം അവിടുന്ന് തിരിച്ചു ചെന്ന് അവിടുത്തെ ആസനത്തിൽ ഉപവിഷ്ടനായി. ഈ അസാധാരണ മട്ട് കണ്ട് അവിടുത്തെ പത്നി അതിന്റെ കാരണം അവിടുത്തോട് ആരാഞ്ഞു. തെമ്മാടിക്കൂട്ടത്തിന്റെ പിടിയിലകപ്പെട്ട ആ സാധു ബ്രാഹ്മണനെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ അദ്ദേഹം അടിക്ക് അടി എന്ന് തിരിച്ച് അവരെ പ്രഹരിക്കാൻ തുടങ്ങി.
പിന്നെ എൻ്റെ സഹായമേ ആവശ്യമില്ല. ഭക്തി മുളപൊട്ടുമ്പോൾ ആ ഇളം തൈ സംരക്ഷിക്കാൻ ഒരു വേലി ആവശ്യമാണ്. ആ വേലി സനാതന ധർമ്മവും അതിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിഷ്ഠകളും ആജ്ഞകളുമാകുന്നു. ഫലം പച്ചയായിരിക്കുമ്പോൾ കൊടുങ്കാറ്റിൽ പോലും അത് വീഴില്ല. പക്ഷേ അത് പൂർണ്ണമായി പഴുത്തുവെങ്കിൽ നിശബ്ദതയിൽ പോലും അത് നിലം പതിക്കുന്നു. ഒരു ചെറു തീ അതിന് മീതെ പച്ചയായ ഏതെങ്കിലും വെച്ചാൽ പുകഞ്ഞു കെട്ടുപോകുന്നു. പക്ഷേ കാട്ടുതീയാകട്ടെ തീയുടെ ഭീകരമായ മുന്നേറ്റത്തെ തടഞ്ഞു നിൽക്കുന്ന ഏറ്റവും അധികം പച്ച പിടിച്ച വൻമരം പോലും ചാമ്പലാക്കുന്നു. ആവശ്യമായതിതത്രേ അഹങ്കാരത്തെ അടിപ്പെടുത്തുക. കാളകൾ ഹം ഹേ കാള ഞാനാകുന്നു എന്ന് അഹങ്കരിക്കുന്നു. അങ്ങനെ അത് കുറച്ചുനാൾ പ്രായമായാൽ അതിനെ തള്ളയിൽ നിന്ന് വേർതിരിച്ചു കെട്ടുന്നു. എല്ലും തൊലിയുമാവോളം അതിനെ വേലയെടുപ്പിക്കുന്നു. പക്ഷേ എന്നിട്ടും അത് വിനയത്തിന്റെ പാഠം പഠിക്കുന്നില്ല. അതിന്റെ തോൽ ചെണ്ടവട്ടമാക്കി വലിച്ചു കെട്ടിയാലും അത് അഹങ്കാരപൂർവം ഹം 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 എന്ന് ശബ്ദിക്കുന്നു. പിന്നെ അതിന്റെ തോൽ മുറിച്ച് നേർത്ത ചരടാക്കി വലിച്ചു മുറുക്കി വിട്ടാൽ അത് കടന്നു പോന്ന എല്ലാ ശിക്ഷകളും പ്രയോജനപ്പെട്ടുവെന്ന് വെളിപ്പെടുന്നു. അതു ത്വം നീ എന്ന് പറയുന്നു. അതിന്റെ അഹംഭാവം പോയി. ഹരിദാസൻ വീഥികളിലൂടെ ഭഗവത് മഹിമകളാലപിച്ചു നടക്കുന്നു. അയാളുടെ വലതു കൈയിൽ ശബ്ദിക്കുന്ന കിണ്ണാരമുണ്ട്. അവ രണ്ടും ശ്വാസത ദ്വൈതങ്ങളായ നന്മ തിന്മകളും സന്തോഷ സന്താപങ്ങളും പീഡാനന്ദാനുഭവങ്ങളും എത്രേ. അയാൾ ഇടതു കൈകൊണ്ട് സംസാരമാകുന്ന തമ്പുരു മീട്ടുന്നു. അയാളുടെ ഗാനങ്ങൾ സംസാരമാകുന്ന താളത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതെത്രേ ശ്രുതി. പക്ഷേ ആ ശ്രുതിയും സമയക്ലിപ്തതയും രണ്ടും തൻ്റെ വായിലൂടെ പുറത്തു വരുന്ന ഗാനത്തിന്റെ ഭഗവത് മഹിമാലാപനത്തിന്റെ ഫലം ഉയർത്തുന്നതിനാകുന്നു. പൂർവ ശരീരത്തിലായിരിക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു ചോദ്യകർത്താവിനോട് 3 തരം ഭക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതു ഞാൻ ഓർക്കുന്നു. വിഹംഗരീതി, മരത്തിലെ പഴുത്ത ഫലത്തിനു നേരെ പറന്നു വീഴുന്ന പക്ഷിയെപ്പോലെ ഭക്തർ ധൃതി കാരണം തൻ്റെ പിടിയിൽ നിന്നും ഫലം വീണു നഷ്ടപ്പെടത്തക്ക വിധം അത്രയും അക്ഷമ കാണിക്കുന്നു. വെറുതെ നിശ്ചയദാർഢ്യമില്ലായ്മ കൊണ്ട് മാത്രം തനിക്കാവശ്യമായ ഫലമേതെന്നു തിട്ടപ്പെടുത്താനാവാതെ ഓരോ ഫലങ്ങൾ പറിച്ചിടുന്ന മർക്കടകത്തെ പോലെയുള്ള ഭക്തൻ തൻ്റെ ലക്ഷ്യത്തിൽ പലപ്പോഴും വിമുഖത കാണിക്കുകയും ലക്ഷ്യം തെറ്റിക്കുകയും ചെയ്ത് വിജയത്തിന്റെ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു. കാരിതി പതുക്കെയെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ മാധുര്യത്തിനു നേരെ ചെല്ലുന്ന എറുമ്പിനെ പോലെ ഭക്തൻ അവിഭക്തമായ ശ്രദ്ധയോടെ ഭഗവാനു നേരെ പ്രയാണം ചെയ്ത് അവിടുത്തെ അനുഗ്രഹം നേടുന്നു. സംസാരാർണവം താണ്ടാനുള്ള തോണിയുടെ 2 ചുക്കാനുകളാണ് ഭക്തിയും ശ്രദ്ധയും. കുട്ടി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കവേ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് വിശക്കുമ്പോൾ എന്നെ ഉണർത്തണേ. അമ്മ പറഞ്ഞു, അതാവശ്യമില്ല കുട്ടി, നിന്റെ വിശപ്പ് തന്നെ നിന്നെ ഉണർത്തും. അപ്രകാരം ഭഗവാനു വേണ്ടി വിശ്രമിക്കുമ്പോൾ അത് നിങ്ങളെ കർമ്മോന്മുഖരാക്കി നിങ്ങൾക്കാവശ്യമായ ഭക്ഷണം തേടാൻ പ്രേരിപ്പിക്കും. ഭഗവാൻ നിങ്ങൾക്ക് വിശപ്പ് നൽകിയിരിക്കുന്നു. അവിടുന്ന് തന്നെ ഭക്ഷണവും നൽകുന്നു. അവിടുന്ന് നിങ്ങൾക്ക് രോഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ പ്രതിവിധികളും അവിടുന്ന് വളർത്തുന്നു. നിങ്ങളുടെ കർത്തവ്യം ഉചിതവുമായ വിശപ്പും രോഗവും കണ്ടെത്തി പറ്റിയ ഭക്ഷണവും മരുന്നും ഉപയോഗിക്കുകയാണ്. മനുഷ്യൻ സംസാരത്തോടുകൂടി ബദ്ധനായി തകർന്നേ കഴിയൂ. ഈ പരിശീലനം ജഗത്ത് മിഥ്യയാണെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങൾക്കും തികച്ചും അനുഭവമാകുന്നതുവരെ ഇതൊരു കെണിയാണെന്നും എത്രയെത്ര പ്രസംഗങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ബോധ്യമാവില്ല. തീ തൊട്ടുനോക്കി പൊള്ളലറിയുക. തീയോടടുക്കേണ്ടെന്നും നിങ്ങളെ പഠിപ്പിക്കാൻ അതുപോലെ മറ്റൊന്നുമില്ല. അത് തൊടുന്നതുവരെ പ്രകാശബോധമേ നിങ്ങൾക്കുണ്ടാവൂ. അത് വെളിച്ചവും ചൂടുമാണ്. ഈ ജഗത്തും സത്യവും അസത്യവും രണ്ടുമെന്ന പോലെ അതാണ് മിഥ്യ. സായിരാം.
സായന മാഷ് ഇനി അനുഭവങ്ങൾ പങ്കുവച്ചോളൂ. സായരാം, ഞാൻ കണ്ണൂർ സമിതിയിലാണ്. പേര് പ്രദീപൻ. ഞാൻ പുട്ടവർത്തിയിൽ 1990 മുതൽ സർവീസിന് പോകാൻ തുടങ്ങിയ ഒരു ഭക്തനാണ്. സർവീസിന് എല്ലാ സർവീസും ജനുവരി ജൂലൈ സർവീസുകളിൽ ഒരു തവണ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഭഗവാന്റെ സന്നിധിയിൽ പോയി സേവനം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ എൻ്റെ ഈ ഒരു പരിപാടിയിൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ, കാരണം എനിക്ക് ഭഗവാൻ ഇന്റർവ്യൂ നിന്ന് അനുഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അതുപോലെ തന്നെ പറയാൻ പോകുന്നത് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല ചില കാര്യങ്ങളാണ്. പുട്ടവർത്തിയിൽ പ്രശാന്തിൽ മന്ദിരത്തിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു തവണ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കെ നമ്മളെ പുട്ടവർത്തിയിൽ പരിചയമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ചിരഞ്ജീവി സാറ്. ചിരഞ്ജീവി സാറ് കാരണം ഭഗവാന്റെ എല്ലാ നിർദ്ദേശങ്ങളും വരുന്നത് ചിരഞ്ജീവി സാറിലൂടെയാണ്. അത് ഭഗവാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ്സ് ഒക്കെ തന്നെ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നത് ചിരഞ്ജീവി സാറിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഞാൻ ഡ്യൂട്ടി പോയിന്റിലിരിക്കുമ്പോൾ നേരെ എൻ്റെ ഇവിടെ വന്നപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം ചിരഞ്ജീവി സാറിൽ നമ്മൾ നേരിട്ടൊന്ന് വിളിക്കുമെന്ന് പറഞ്ഞാൽ ഭഗവാൻ വിളിക്കുന്നതിന് സമമാണ്. അത്തരത്തിൽ വിളിച്ച് എന്നോട് ചില കാര്യങ്ങളിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ചോദിച്ചതിന് ശേഷം എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മന്ദിരത്തിൽ തന്നെ വേറൊരാളെയും കൂടി അദ്ദേഹം സെലക്ട് ചെയ്തു. നമ്മൾ രണ്ടുപേരെയും കൂട്ടി അദ്ദേഹം നേരെ പോയത് നമ്മൾ ശാന്തി ഭവനിലായിരുന്നു. ശാന്തി ഭവൻ എന്ന് പറയുന്ന നമ്മളെ ബിൽഡിംഗ് എന്ന പുതുതായിട്ട് വന്ന ഒരു ബിൽഡിംഗ് ആണ്. വളരെ കാണുമ്പോൾ തന്നെ വളരെ ഒരു ഇത് ഉള്ള നമുക്ക് ഒരു ഇംപ്രഷൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ടുള്ള നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു അത് എല്ലാ അർത്ഥത്തിലും. അപ്പൊ അത് എന്തിനാണെന്നില്ലേന്ന് നമുക്ക് അന്നേരം മനസ്സിലായിട്ടില്ല ഇങ്ങനെ ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് മനസ്സിലായി VVIPസിന് താമസിക്കാനുള്ള സൗകര്യത്തിനാണ് ഭഗവാൻ അങ്ങനെ ഒരു ബിൽഡിംഗ് അവിടെ പണി പൂർത്തീകരിച്ചത്. VVIPs എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സുപ്രീം കോടതി പിന്നെ ജഡ്ജസ് ആയാൽ പോലും അതുപോലെ തന്നെ രാഷ്ട്ര തലവന്റെ കാറ്റഗറിയിലല്ലാത്ത കേന്ദ്രമന്ത്രിമാരായാലും ശരി, വിദേശത്തുള്ള എല്ലാവരും ആ കാറ്റഗറിയിലുള്ള VIPs, കാരണം രാഷ്ട്രത്തലവന്മാരും മറ്റുള്ളവരും വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള വേറൊരു ഇത് ഭഗവാൻ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം അംബാസഡർമാരും അങ്ങനെയുള്ളവരാണ്. അപ്പൊ അവിടെ എത്തിയാണ് മനസ്സിലാകുന്നത് ഈ ശാന്തി ഭവനിലേക്ക് വേണ്ടിയിട്ട് ഡെപ്യൂട്ടേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്നു. അവിടെയുള്ളവരെ പരിചയപ്പെടുത്തി അതിന്റെ ഇൻചാർജസ്. അന്നുണ്ടായ ഒരു അപ്പാറാവ് എന്ന് പറഞ്ഞ സാർ ആയിരുന്നു. അദ്ദേഹം CBIയിൽ ഒരു വലിയ ഉയർന്ന ഓഫീസറായിരുന്നു. അന്ന് റിട്ടയർ ചെയ്തിട്ട് വന്നിട്ട് അദ്ദേഹത്തിനാണ് അതിന്റെ ചാർജ്. അദ്ദേഹത്തിന് മാത്രമല്ല ഒരു പന്ത്ജി എന്ന് പറയുന്ന ഒരു അദ്ദേഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പന്ത്ജിയും അതുപോലെ തന്നെ ഇദ്ദേഹം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അന്നേരം തന്നെ അവിടെ ഗസ്റ്റ് ഉണ്ട്, വിദേശ രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ള അംബാസഡേഴ്സ് ഉണ്ടായിരുന്നു, മറ്റു പല VIPs അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു 2 ദിവസം അവിടെ സേവനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ദർശനം കിട്ടുന്നില്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാനും പരിചയപ്പെടാനും പറ്റും. ഈ പന്ത്ജീനെ പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം എയർഫോഴ്സിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭഗവാനുമായിട്ട് അടുത്ത വ്യക്തിയാണ്. റിട്ടയർ ചെയ്തതിന് ശേഷം സ്ഥിരമായിട്ട് പുട്ടവർത്തിയിൽ താമസിക്കാൻ വേണ്ടി ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ന് പറഞ്ഞാൽ നോമിനീനെ എഴുതി കൊടുത്തത് ഭഗവാന്റെ പേരാണ്. അവിടുന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ഇതും ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി. പക്ഷെ എത്രയോ തവണ ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാൻ അവിടെ ദർശനത്തിന് വരുന്ന സമയത്തല്ലോ ഇത് ഭഗവാനെ കാണിക്കും, പക്ഷെ ഭഗവാൻ അത് വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുക്കുന്നില്ല. കുറെ നിരന്തരം ഇയാൾ ഇരുന്ന് അവസാനം ഭഗവാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഫോം വാങ്ങിച്ച് സൈൻ ചെയ്ത് കൊടുത്തു. ഈ അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഭഗവാന്റെ ട്രസ്റ്റിലേക്ക് സമർപ്പിച്ച് അങ്ങനെ വന്ന ഒരു വ്യക്തിയാണ് ഈ പന്ത്ജി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ മതി, അദ്ദേഹത്തിന്റെ പെരുമാറ്റം 1000 അമ്മമാരുടെ സ്നേഹം തുളുമ്പുന്ന വ്യക്തിയാണ്. അതിലുപരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ദേഹം വിട്ട് സ്വാമിയിൽ ലയിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉൾപ്പെടെ ഒരു ഗോപാൽ റാവു, ആന്ധ്ര ബാങ്ക് ചെയർമാൻ എന്നൊരു ഗോപാൽ റാവു ജി ഉണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെട്ട സമയത്ത്
പിന്നെ അദ്ദേഹം ക്യാൻറ്റീനിൽ കാലത്തെ വെള്ളം കൊടുക്കാൻ വേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റ് 6:30 ക്യാൻറ്റീൻ തുറക്കുമ്പോൾ തന്നെ വെള്ളം കൊടുക്കാൻ വരുന്ന ഒരു ആളായിരുന്നു ഈ ഗോപാൽ റാവുജി. ഈ ഗോപാൽ റാവുജിനെ ഹെൽപ്പ് ചെയ്തിട്ട് കൈ പിടിച്ചിട്ട് ഞാൻ വരാന്തയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നോട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കേരളത്തിലാണ്, എവിടെയാണ്, കണ്ണൂരാണെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൂര്, ആരാന്ന് വെച്ചോ, വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡ്, അത് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലൈവുഡ് ഫാക്ടറിന്റെ കാതറുട്ടി സാഹിബ് എന്ന് പറഞ്ഞ ഇദ്ദേഹമായിട്ട് നല്ല ബന്ധുവില്ല ആളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആന്ധ്ര ബാങ്ക് ചെയർമാനായിരുന്നു, കണ്ണൂർ ഒരു ബാങ്കിന്റെ അന്നത്തെ കാലത്ത് ഒരു ബാങ്ക് ബ്രാഞ്ച് ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നെന്നും പറഞ്ഞു. പക്ഷെ അന്ന് ആ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഭഗവാൻ അദ്ദേഹത്തോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. നിന്നിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കേണ്ട മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഗോപാൽ റാവുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലല്ല, ഈ ഇത്തരത്തിലെ കുറച്ച് പേര് ആ വരാന്തയിൽ ഇരുന്ന സമയത്ത് ഭഗവാൻ പറഞ്ഞു, അവരൊക്കെ ഒരു തവണ ദർശനത്തിന് വന്ന സമയത്ത് വരാനിരിക്കുന്ന ആ കുറച്ച് ആൾക്കാർ, വരാന്തയിൽ എങ്ങനെയുള്ള ആൾക്കാരെയാണെന്ന് അനുവദിക്കാൻ അറിയുന്നതാണ്. അപ്പൊ അവിടെ 2 കൈയും ഉയർത്തിക്കൊണ്ട് ഭഗവാനോട് ബ്ലസ് ചെയ്തു, നിങ്ങൾക്കെല്ലാം 100 വയസ്സ് വരെ ആയുസ് ഭഗവാൻ തരുന്നു പറഞ്ഞിട്ട്. അത് ഈ ഗോപാൽ റാവുജിനെയും അതുപോലെ തന്നെ പന്ത്ജിനെയും വ്യക്തിപരമായിട്ട്, കാരണം ഞാൻ എപ്പോഴും ഡ്യൂട്ടി ആടിയില്ലെങ്കിൽ പോകും. അപ്പൊ കണ്ടവിടനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നു, ഓ പ്രദീപ് ഫ്രം കാനനൂർ എന്ന് പറയും. അത്രയും മെമ്മറി പവറിലെ അദ്ദേഹം 101 വയസ്സിലാണ് ഭഗവാൻ ലയിച്ചത്. ഇതുപോലെ തന്നെ ഗോപാൽജിന്റെ കാര്യത്തിലും ഗോപാൽ റാവുവിന്റെ കാര്യത്തിലും അത് പറയാനാണ് ഞാൻ ആ ഒരു വിഷയം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഞാൻ അവിടെ പോയി, അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ ഈ VIP ഇത് കൂടാതെ നമ്മളെ ഗണേശന്റെ തെക്ക് ഭാഗത്തായിട്ട് VIP ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് രാഷ്ട്രത്തലവന്മാരും അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും ടൈറ്റ് സെക്യൂരിറ്റി വേണ്ടുന്ന ആൾക്കാരെയും കൂടി അവർക്ക് താമസിക്കാൻ മാത്രം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ VIP ഗസ്റ്റ് ഹൗസ്. പെട്ടെന്ന് അവിടുന്ന് ഒരു മെസ്സേജ് വന്നു, ഇന്നലെ ഈ ചിരഞ്ജീവ് റാവു സാറ് കൊണ്ടുവന്ന 2 പേരെയും ഇങ്ങോട്ടേക്ക് അയക്കണം എന്നും പറഞ്ഞു. അങ്ങനെ ആ VIP ഗസ്റ്റ് ഹൗസിലേക്ക് നമ്മൾ പോയി. അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ വേറൊരു ലോകമാണ്. അത് ഭഗവാൻ അതിഥികളെ സ്വീകരിക്കുന്നതിന്റെ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അത്രയും ഇതായിട്ട് അങ്ങോട്ട് കാല് എടുത്തൊന്നും നമുക്ക് ആ റൂമിലേക്ക് പോകണം തോന്നൂല. അങ്ങനെയില്ല ഒരു ഇതാണ് ഭഗവാന്. അത് അവിടെ അന്ന് നമ്മളെ ഡെപ്യൂട്ട് ചെയ്ത് കൊണ്ടുപോയത് തന്നെ എന്ന് പറഞ്ഞാൽ, അന്ന് ചാൾസ് രാജകുമാരന്റെ അനുജന്റെ ഭാര്യയും ഫാമിലിയും അവരെ ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സർവീസ് ചെയ്യാനും കാര്യത്തിനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത്. ജനനം കൊണ്ട് വയനാട്ടിലൊരു ഡോക്ടറായിരുന്നു, അതിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം ബാംഗ്ലൂർ വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്ക് നടത്തുന്നു. അദ്ദേഹം പിന്നെ ഹോമിയോ ആണ് മെയിനെങ്കിലും അതോട് അനുബന്ധിച്ചിട്ട് പലതും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അദ്ദേഹം ഒരു ആസ്ഥാന ഡോക്ടറാണ് പിന്നെ ഈ ചാൾസിന്റെ ഫാമിലിന്റെ. അപ്പൊ അദ്ദേഹത്തിന്റെ ത്രൂവിലാണ് ഇവര് ഭഗവാനിലേക്ക് വരുന്നത്. അദ്ദേഹം ഭഗവാന്റെ ഡിവോട്ടിയാണ്. ഐസക് മത്തായി എന്നാണ് അദ്ദേഹത്തിന്റെ മാനുവൽ ഐസക് മത്തായി. അദ്ദേഹമാണ് ഇവരെയും കൂട്ടി വരുന്നത്. അപ്പൊ അദ്ദേഹം കൂട്ടി വന്നപ്പോ തന്നെ, കാരണം അവർ വന്നു റൂമിൽ, അവർ ഉച്ച സമയത്താണ് അവിടെ എത്തുന്നത്. ആ സമയത്ത് തന്നെയാണ് അന്ന് ആർമി ശ്രീലങ്കയിലെ ആർമി ചീഫും അദ്ദേഹത്തിന്റെ ഫാമിലിയും വന്നു. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ സിംഗ്ലൻഡ് ഏറ്റവും വലിയ ഈ കലാമിസ് അവിടെ നടക്കുന്ന സമയമാണ്. അദ്ദേഹം ഇവര് പിന്നെ വലിയൊരു ഫോറസ്റ്റിൽ ഇയാൾ പെട്ടുപോയി. അവരെ ഏരിയയിൽ അവിടുന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ അനുഭവം. അങ്ങനെയാണ്. അത് കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹം ഫാമിലിയും അവിടത്തേക്ക് വരുന്നത്. ആദ്യം ഈ ഫാമിലി വന്നപ്പോൾ ഇവരെ പരിചയപ്പെടാൻ പറ്റി. പരിചയപ്പെട്ട് ഉടനടി അവര് പെട്ടെന്ന് തന്നെ സ്വാമിന്റെ ദർശന സമയം 2:45 ആ 2:45 ദർശനത്തിന് പോകാൻ വേണ്ടി അവരൊക്കെ റെഡിയായി. മറ്റേ ഫാമിലി റെഡിയായി. പെട്ടെന്ന് അവർക്ക് വേണ്ടുന്ന അത്യാവശ്യം ഇതെല്ലാം നമ്മൾ കൊടുത്ത് അവരെ വേഗം അവിടുന്ന് വിട്ട് അവര് പോയ സമയത്ത് ഒരു 10, 12, 14 ആൾക്കാരുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് പോയ ഉടനെ തന്നെ ഭഗവാൻ അവരെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് അവർ ആദ്യം തന്നെ ഭഗവാൻ 10, 12 അവരും പിന്നെ കുറച്ച് പേരുണ്ടായിരുന്ന ഹാള് ഫുള്ളാന്നാണ് അവർ പറഞ്ഞത്. ഇന്റർവ്യൂ റൂം ഞാൻ പറഞ്ഞ മാതിരി ഒരു 5-6 പേര് ഇരിക്കുമ്പോൾ തന്നെ ഇന്റർവ്യൂ റൂം എന്ന് അറിയുന്നതാണ് ഭഗവാന്റെ അവർ ചെറിയ ചെയറും വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ അതിലാണ് ഭഗവാൻ ഈ 10, 18, 20, 25, 30 ആളെല്ലാം കയറ്റുന്നത്. ഭഗവാൻ ആദ്യം ഒന്ന് ഉള്ളിൽ പോകും, പിന്നെ തിരിച്ച് പുറത്ത് വരും, എല്ലാവരെയും അങ്ങ് ഉള്ളിൽ കയറ്റില്ല. അപ്പൊ അവിടുന്ന് ഇവരൊക്കെ ഭഗവാൻ ആദ്യം അവിടെ ഇരുന്ന് എല്ലാവരും ടൈറ്റ് ആക്കി അതിൻ്റെ ഉള്ളിൽ ഇരുത്തിയതിന് ശേഷം ഭഗവാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കുഴക്കാൻ തുടങ്ങിയെന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെ കുഴച്ച് ഒരു തരം എല്ലാവരോടും കൈ കാണിക്കാൻ പറഞ്ഞ എല്ലാവരുടെ കയ്യിലേക്കും ഭഗവാൻ നമ്മളെ പഴനിയിലുള്ള പ്രസാദം പോലെ
ആ പഴനി പ്രസാദം, ഈ ഡോക്ടറാണ് പറഞ്ഞത്, പഴനി പ്രസാദം പോലെ ഇങ്ങനെ പഴവും മുന്തിരിയും ഈ തേനും എല്ലാം കൂടിയിട്ടില്ലേ മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഭഗവാൻ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം അവരോട് ഓരോരാൾക്ക് അവരുടേതായ മതാചാരപ്രകാരം അവർ വിശ്വസിക്കുന്ന മതപ്രകാരമുള്ള ഇതെല്ലാം സ്വാമി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ആ ചാൾസിന്റെ അനുജന്റെ വൈഫിന് കൊടുത്തത് ഭഗവാൻ വലിയൊരു മാല കൊടുത്തു, അതിന്റെ കൂടെ ഒരു കുരിശ് കൊടുത്തു, കുരിശിന് ഒരു യേശുവിനെയും വെച്ച് കൊടുത്തു. അതുപോലെ നല്ല ഡയമണ്ട് 2 കമ്മലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന എല്ലാരും കൊടുത്തു. അതിനുശേഷം ഈ ഡോക്ടർ വൈഫോട് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടതെന്ന് ചോദിച്ചു. നീ എത്ര തവണയായി നിന്റെ ഹസ്ബൻഡ് ഇത് പറയുന്നത്, ആ പറഞ്ഞ കാര്യം അവൻ വാങ്ങിച്ചു തരൂല, കാരണം അത് ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു, അത് ഒരിക്കലും വാങ്ങിച്ചു തരൂല എന്ന് പറഞ്ഞു. അപ്പോ ഇവര് ഭർത്താവോട് മാത്രമേ പറഞ്ഞില്ല, അതാ നോക്കണം നമ്മൾ ഭഗവാന്റെ കാര്യം. ഭർത്താവോട് പറഞ്ഞ കാര്യമാണ് ഈ ഭഗവാൻ പറയുന്നത്, നിനക്ക് അവൻ വാങ്ങിച്ചു തരൂല, കാരണം കുറെ കോസ്റ്റ്ലി ഇതാണ് സാധനം. അത് എന്തോ അങ്ങനെയില്ല, രത്നത്തിന്റെ ഒരു സംഭവം ഭഗവാൻ സൃഷ്ടിച്ച് അവർക്ക് അതും കൊടുത്തു. ഇതാണ് നീ ആവശ്യപ്പെട്ട് ഇതെന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ ഇവരോടെല്ലാം, കാരണം പേഴ്സണൽ റൂമിലേക്ക് പോയിനോന്നില്ല എനിക്കറിയില്ല, ഇവരോടെല്ലാം തന്നെ ഭഗവാൻ സംസാരിച്ച് എല്ലാവർക്കും വന്നവർക്ക് എല്ലാം കൊടുത്തിരുന്നു. അന്നേരം തന്നെ ഈ ആർമി ചീഫിന്റെ ശ്രീലങ്ക എന്ന് പറഞ്ഞ ആ ഫാമിലിനെയും വിളിച്ചു. ആ ഫാമിലിക്ക് കൊടുത്തത് കിരീടം പോലെയില്ലേ മോതിരവും കുറെ മാലയും കുറേ സാധനങ്ങൾ അവർക്കും ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്തു. ഇതൊക്കെ തന്നെ ഇവര് നേരെ വന്നത്, ഈ ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞ് നേരെ വന്നത് നമ്മൾ, കാരണം അവരൊന്നും പുറത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, പുറത്ത് അങ്ങനെ മിങ്കിൾ ചെയ്യേണ്ട ഒരു ഇതൊന്നുമല്ല, പുറകെ നടന്നു പോകാന്നല്ല, നേരെ വന്ന് കാണുന്നത് നമ്മളെയാണ്. നമ്മളോടെ ഇവരിതെല്ലാം വിവരിക്കുന്നത്. ഈ കയ്യിലും ആ ചാൾസ് രാജകുമാരന്റെ അനുജന്റെ ഭാര്യ നമുക്കെല്ലാം ഇങ്ങനെ മണപ്പിക്കാൻ തന്നു. ആ മണം ആ സമയത്ത് പോലും പോയിട്ടില്ല. ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ പഴനിയിലെ ആ ഒരു പ്രസാദത്തിന്റെ മണം ഭയങ്കര മണമായിരുന്നു. ഇതൊക്കെ കാണിച്ച് ഇവര് നമ്മളോട് ഭയങ്കര കമ്പനിയായി. കാരണം അവര് പിറ്റേന്ന് രാവിലെയും ദർശനത്തിന് പോയി. ആ സമയത്തിലെന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, കാരണം സ്പൂണെല്ലാം ശരിക്കും നമ്മളെ ഗോൾഡ് കോട്ടിങ് പോലെയുള്ള സ്പൂണുകളാണ്. അവിടുത്തെ പാത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ കണ്ണിഞ്ഞിപ്പി പോകും നമ്മൾ. അവർക്ക് അവരുടെ റൂമും കാര്യങ്ങളും, ആ റൂമിലേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റും, കാരണം പല ആവശ്യം നമുക്ക് ഉണ്ടാവും. അവർ ആ രീതിയിൽ പോയി നോക്കാനും അതിന് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനെല്ലാം. അത്തരത്തില് നമ്മളെല്ലാം ഈ ഒരു രാഷ്ട്രത്തലവനോ അല്ലെ മറ്റുള്ളവരല്ലെങ്കിൽ പോലും ഭഗവാൻ ആ 2 ദിവസത്തേക്ക് നമ്മളാടെ ആ ഒരു രീതിയിൽ നമുക്കും അതിന്റെ എല്ലാ അനുഗ്രഹവും ഭഗവാൻ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം അടുത്ത ദിവസം വന്നത് നമ്മൾ അന്നത്തെ വാജ്പേയി സർക്കാരിലുണ്ടായിട്ടില്ല നമ്മുടെ ഇതിന്റെ ലാൽകൃഷ്ണ അഡ്വാനി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ഒരു വ്യക്തിയാണ് സെക്യൂരിറ്റിയിൽ. അദ്ദേഹത്തിനും അടുത്ത ദിവസം തന്നെ അവിടെ വന്നു. ഇവര് പോകുന്നതിന് തൊട്ട് ഇവര് നാളെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെയാണ് അവർ വന്നത്. അപ്പൊ ഇവര് ഭഗവാനോടുള്ള ആ പ്രേമം നമ്മളോട് കാണിച്ചത്, നിങ്ങൾ എന്ത് തന്നെയായാലും ചാൾസ് അവരെ ഇവിടത്തേക്ക് നാട്ടിലേക്ക് വരണം, നാട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടാണ് അവരവിടുന്ന് ഭഗവാന്റെ ആ പ്രേമം നമ്മളോട് കാണിക്കുന്നത്. അത്ര പോലും അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ഏറ്റവും ഇതായിട്ടുള്ള നമ്മളെ മന്ദിരത്തില് നമ്മളെ ഒരു ഗുജറാത്തിലെ അത് ഭഗവാന്റെ മെസ്സേജ് ഇങ്ങനെയില്ല ഇന്റർവ്യൂവില് വളരെ കാര്യം അത്രയാണ്, അത് കുറെ കൂടുതൽ പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോ സമയം 9:25 കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇതില് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ മെസ്സേജ് വേൾഡ് വൈഡ് ഇത് ചെയ്ത ഒരു വ്യക്തിയുണ്ട് ഗുജറാത്തിലാണ്. അദ്ദേഹം ഇവിടെ മണിപ്പാലിൽ MBBS പഠിക്കാൻ വേണ്ടി വന്നതാണ്. ഗാദിയ എന്നാണ് പേര്. ആ ഡോക്ടർ ഗാദിയ ഗുജറാത്തി. അദ്ദേഹം അന്ന് നമ്മളെ മംഗലാപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട്, മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് MBBS എടുക്കാൻ വന്ന വ്യക്തി. പിന്നെ അവിടുന്നാണ് ഭഗവാനെ കുറിച്ച് അറിയുന്നത്, ഷിർദിനെ കുറിച്ച് അറിയാം, ഷിർദി ഭക്തനായ ഭഗവാനെ കുറിച്ചാണ് അങ്ങനെ ഭഗവാൻ അവിടെ എത്തുന്നത്. കാരണം അദ്ദേഹത്തിന് കുറച്ച് പ്രായ സമയത്ത് ഞാനാണ് അവിടുന്ന് മന്ദിരത്തിലേക്ക് വരാന്തരിലും അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടു പോവുക. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഭഗവാൻ ഒരു ചെപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു വിഭൂതി ചെപ്പ് കാണിച്ചു തന്നു. അത് ആ ചെപ്പില് വിഭൂതി കുറയുന്ന സമയത്ത് അദ്ദേഹം ആ ചെപ്പൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ അതിൽ വിഭൂതി എന്നറിയും. അങ്ങനെയുള്ള വ്യക്തികളെയും പരിചയപ്പെടാൻ വേണ്ടി അതുപോലെ പല ആൾക്കാരെയും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ അന്നത്തെ ഏറ്റവും ഹയസ്റ്റ് നമ്മളെ അടുത്ത
ഡയറക്ടർ സഫിയ സാറ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലുപരിയായിട്ട് തന്നെ ഇല്ല ഒരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു ശ്രീ ഭട്ട് സാറ്. കാരണം പണ്ട് അമിതാഭ് ബച്ചന്റെ നമുക്കറിയാം ഒരു സീരിയസ് പിന്നെ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് ഈ അമിതാഭ് ബച്ചനെ ഓപ്പറേറ്റ് ചെയ്ത ഇദ്ദേഹമായിരുന്നു. ആ ഭട്ട് സാറ് അവിടെ നമ്മളെ ഭഗവാന്റെ ആ സന്ധിയിൽ അദ്ദേഹത്തിനെയും, കാരണം പ്രായ സമയത്തൊക്കെ തന്നെ വരാന്തയിൽ കൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ബെൽറ്റിൽ ഇവരെ അവിടെ കൊണ്ടിരുത്താൻ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഇങ്ങനെ ഭഗവാൻ പിന്നെ തന്നിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായിട്ട് പറയാൻ സമയമില്ല. കാരണം ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഭജന മേഡം, ഭജന വേറെ ആരെങ്കിലും, ഞാനത് പറഞ്ഞിട്ടായിരുന്നു ശോഭിച്ചോട്, ഭജന വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് പാടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സായിരാം. സായിരാം പ്രഭു. അത് വത്സാമ ലെഫ്റ്റ് ആയിട്ടാ ഉള്ളത്. എന്നാൽ ആരെ ഭജന അത് പറയൂ, ഓറ് പറയൂ. എന്നെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞിട്ടല്ലേ ചെയ്യൂ? അതെ, കഴിഞ്ഞില്ലേ? 9:28 അത് പ്രസന്റേഷൻ കഴിഞ്ഞില്ല. അത് പ്രേം സായി വരണം. അതെയാ? സായിരാം. 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 ഇതൊക്കെ കേൾക്കുന്നത് തന്നെ പുണ്യം പ്രതിഭ, വരെയൊന്നും പറയാനില്ല. സായിരാം. 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 സൈരം സായിരാം. കറണ്ട് പോയി എന്റെ, അതാണ് ഞാൻ ഇറങ്ങിയത്. സൈരം മാഷെ, അപ്പൊ നമുക്കിന്ന് അവരെല്ലാരും മീറ്റിംഗിലാണ്, പ്രേമസായി ഒക്കെ. അവരുടെ മാഷൊരു ഭജന പാടിക്കോളൂ. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. സായിരാം. പ്രേമസായി വന്നു. ഇത് കഴിഞ്ഞിട്ട് మీనింగ్ ఆఫ్ దేవి నవరాత్ర. నవరాత్రములు అనగా 9 రాత్రులు. దిస్ నవరాత్రులు మీన్స్ 9 nights. రాత్రి అనగా ఏమిటి? వాట్ డు యు మీన్ బై నైట్? చీకటితో కూడినటువంటి దానిని రాత్రి అంటాం. నైట్ ఈజ్ అసోసియేటెడ్ విత్ డార్క్నెస్. చీకటి అనగా ఏమిటి? వాట్ డు యు మీన్ బై డార్క్నెస్? అజ్ఞానమే చీకటి. Ignorance is darkness. కనుక మానవత్వంలో 9 రకములైన చీకట్లు ఆవిర్భవించినాయి. హ్యూమన్ బీయింగ్స్ సఫర్ ఫ్రమ్ 9 types of darkness. ఈ 9 విధములైనటువంటి యొక్క అహంకారమునే మానవుని ఆవిర్భవించినటువంటి చీకట్లు. The 9 types of ego, forms of ego, are the 9 types of nights. ఇట్టి నవరాత్రులను మనము ప్రకాశవంతంగా చేసుకునవలనన్నా దేవి నవరాత్రులు. దేవి అనగా ఏమండి? If you want to illumine your 9 nights, you have to resort to Devi. Who is Devi? పార్వతి పరమేశ్వరుడు అన్నారు. It is said Parvati and Parameshwar. లక్ష్మీ నారాయణుడు అన్నారు. లక్ష్మీ నారాయణ. సరస్వతి బ్రహ్మ అన్నారు. సరస్వతి బ్రహ్మ అనగా ఈ పార్వతి పరమేశ్వరుడికి ముందుగా పార్వతిని ఎందుకు పెట్టాడు? Why is the name of Parvati given before Parameshwar? నారాయణుడికి ముందుగా లక్ష్మిని ఎందుకు పెట్టాలి? Why is Lakshmi, why should it come before Narayana? బ్రహ్మకు ముందుగా సరస్వతిని ఎందుకు పెట్టాలి? Why should the name Saraswati come before Brahma? అనగా మానవుడు మొట్టమొదట శక్తిమయంతో ప్రారంభమయ్యాడు. That means man's life has started from Shakti, the mother of God. Shakti refers to Durga, Lakshmi, Saraswati. ఈ మూడింటి యొక్క స్వరూపమే ప్రకృతి యొక్క శక్తులు. The 3 types of the powers of nature are Durga, Lakshmi and Saraswati. కనుకనే ప్రకృతి పరమాత్మ అన్నాం. అనగా ప్రకృతియే శక్తి, పరమాత్ముడే శక్తిని అరికట్టుకున్నటువంటి వాడు. That is why it is said there is nature and the creator. Nature is controlled by the creator. മാഷ ഒരു ഭജന പാടിക്കോളൂ. സായിരാം. ഭജനന്റെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടില്ലായിരുന്നോ? സായിരാം. ഓ ശോഭ പാടിക്കോളൂ.
സായിരാം സായിരാം. ദേവി ഭവാനി മാ ജയ സായി ഭവാനി മാ ജയ ദേവി ഭവാനി മാ ജയ സായി ഭവാനി മാ ദയാ കരോ സായി മാ कृपा करो साई मां दया करो साई मां कृपा करो साई मां जय मां जय मां जय देवी जय मां जय मां जय देवी അങ്ങനെയായിട്ട് കട്ടായി പോണം. जय पार्थिनी वासिनी मां जय साई भवानी मां जय पार्थिनी वासिनी मां जय साई भवानी मां जय देवी भवानी मां जय साई भवानी मां दया करो साई मां कृपा करो साई मां जय मां जय मां जय देवी ഭവാനി മാ जय पार्थिनी वासिनी मां जय साई भवानी मां जय पार्थिनी वासिनी मां जय साई भवानी मां जय देवी भवानी मां जय साई भवानी मां. സായിരാം. സായി ഉപമ: ഒരു തെർമോമീറ്റർ ശരീരത്തിന്റെ താപനില കാണിക്കുന്നത് പോലെ നിങ്ങളുടെ സംഭാഷണം, സ്വഭാവം, പെരുമാറ്റം എന്നിവ നിങ്ങളുടെ മാനസിക അവസ്ഥയെയും ലൗകിക ജ്വരത്തിന്റെ താപനിലയെയും കാണിക്കുന്നു. വെറുപ്പും അഹന്തയും ഇല്ലാത്ത നിർമ്മല സ്വഭാവം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു മനുഷ്യനെ പോലെ പെരുമാറുന്നില്ലെങ്കിൽ ജപധ്യാനങ്ങൾ കൊണ്ട് എന്തു പ്രയോജനം? അങ്ങനെ ചെളിയിൽ വീണാൽ നിങ്ങൾക്ക് ഈശ്വരനെ നേടുവാനാകുമോ? ലൗകിക വസ്തുക്കളും ആഗ്രഹങ്ങളും ആത്മസാക്ഷാത്കാരത്തിന് വിഘാതമാണ്. സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭവനം ഇരുട്ടുള്ള, പൊടി നിറഞ്ഞതും സുഗമമായി നടക്കുവാൻ പറ്റാത്തതുമായ ഒരു ഭവനമായിരിക്കും. മനുഷ്യ ശരീരവും ഒരു ഭവനമാണ്. അതിൽ ഉപരിപ്ലവമായ വികാരങ്ങൾ ആകുന്ന സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കാതിരിക്കുക. പവിത്രതയുടെ കാറ്റിന് പ്രവേശനം നൽകുക. അത് ഭവനത്തെ പരിശുദ്ധമാക്കും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान श्री सत्य साई बाबा